ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരിയാണ്. എനിക്ക് ഇന്ന് രാവിലത്തെ ഒരു ന്യൂസ് കിട്ടിയത് ചവറ മുക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉമ്മാൻ്റെ ഉമ്മയെ വെട്ടിനുറുക്കി ചാക്കിലാക്കി എന്നുള്ളൊരു ന്യൂസാണ് കേട്ടത്. ഞാൻ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ്റെ നിയമവ്യവസ്ഥയാണ് മാറ്റണമെന്ന് ഞാൻ ആദ്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഇന്ത്യൻ്റെ നിയമവ്യവസ്ഥയെ മാറ്റാത്തിടത്തോളം കാലം ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളുടെ നിയമപാലകന്മാർ ശരിയല്ല, നമ്മളുടെ നിയമം നടപ്പിലാക്കുന്ന സർക്കാരുകൾ ശരിയല്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ വക ഇപ്പോൾ എല്ലാം കള്ളും കഞ്ചാവും ലഹരി വസ്തുക്കളിൻ്റെ ഉപയോഗം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാരിന് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓരോ വീട്ടിലെ നമ്മുടെ മക്കൾ കള്ളു കുടിച്ച് കഞ്ചാവും വലിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് രാത്രി നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് സമാധാനമായി ഒരു മാതാവ് ഇല്ലെങ്കിൽ പെങ്ങന്മാർ ഇല്ലെങ്കിൽ അച്ഛന്മാർ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാകുന്ന കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസുകൾ കേൾക്കുന്നത് സ്വന്തം പേരക്കുട്ടികളിനെ മക്കളിനെ വരെ നമ്മൾക്ക് അടുത്ത് കിടത്താനോ നമ്മളുടെ റൂമിൽ കയറ്റാനോ നമുക്ക് വിശ്വാസമില്ലാത്ത കാലങ്ങളായി. കാരണം പൈസ ലഹരി വസ്തുക്കൾ വാങ്ങാൻ കാശില്ലെങ്കിൽ അവർ വീട്ടുകാരെ ഉപദ്രവിക്കുക. പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പെൺകുട്ടികളായാലും പുറത്ത് പോകുന്നവരെ ഒരു അമ്മൻ്റെയും അച്ഛൻ്റെയും സംരക്ഷണമുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെവിടെ പോകണമെന്ന് പറഞ്ഞ് നമ്മൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇന്ത്യൻ്റെ നിയമവ്യവസ്ഥ എന്തായാലും മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ആകണമെന്ന് ഞാൻ എപ്പോഴോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ബഹുമാനം, സ്നേഹം ഒന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം, സുഖങ്ങൾ അനുഭവിക്കണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണം, ലേഡീസുകളുടെ അടുത്ത് പോകണം, സുഖചിന്തകൾ മാത്രമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മക്കളിൻ്റെ അടുത്തിരിക്കാൻ വരെ പേടിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുന്നു നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ അടുത്തോ മടുത്തു. ഒരു 100 രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അതിൽ 1 2 നല്ല പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം അവനവൻ്റെ പോക്കറ്റ് നിറയ്ക്കാനും അവനവൻ്റെ പേരക്കുട്ടികൾക്ക് ജീവിക്കാനും മക്കൾക്ക് ജീവിക്കാനും വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയക്കാർ. അപ്പോൾ ഒന്ന് ചിന്തിക്കാനേ ഉള്ളൂ. ഇനിയുള്ള സർക്കാരുകളെങ്കിലും, ഇനി വരുന്ന സർക്കാർ ആരായാലും ഈ ലഹരി വസ്തുക്കളിൻ്റെ ഉപയോഗം ഒന്ന് ഇല്ലാതാക്കണം. 2, ഈ കള്ള് ഷാപ്പുകൾ, ബീവറേജുകൾ 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാരുണ്ട് കേരളത്തിൽ. നമ്മളുടെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പോൾ പൂട്ടിച്ച സർക്കാരുകളിനെ മുഴുവൻ തുറന്ന് ഇപ്പോൾ ഒരു വീടിന് വേണമെങ്കിൽ ബീവറേജ് വരെ തുറക്കാനുള്ള ലൈസൻസ് ഈ സർക്കാർ കൊടുക്കും. അപ്പം ജനങ്ങൾ ഒന്ന് ചിന്തിക്കണം. നമ്മളുടെ നാട്ടിലിപ്പോൾ കൊള്ളും കൊലയും പീഡനങ്ങൾ, ഇല്ലാക്കഥകൾ. ഇന്നിപ്പോൾ രാവിലെ ഒരു ന്യൂസിൽ കണ്ട ഒരാൾ ഉമ്മൻചാണ്ടി സാർ നിരപരാധിയാണെന്ന് അയാൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഭരിക്കുന്നവരുടെ ആൾക്കാർക്കും എല്ലാം കഴിഞ്ഞ് ബോധം വന്നിട്ട് കാര്യമില്ല. പിന്നെ ആഭ്യന്തരത്തിൽ പോലീസുകാരനോട് ഒരു അപേക്ഷയാണിത്. നിങ്ങൾ ഏത് സമയം ഈ വണ്ടി ഓട്ടിക്കുന്നവരിൻ്റെ പിന്നാലെ പോയിട്ട് ഹെൽമറ്റ് വെച്ചില്ല 500 റുപ്യതാ, ഇല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടില്ല 1000 റുപ്യതാ എന്ന് പറഞ്ഞിട്ട് ഈ നാറിയ സർക്കാരുകൾക്ക് പണം ഉണ്ടാക്കാതെ ജനങ്ങളിനെ സേവിക്കാൻ പഠിക്കുക നിങ്ങൾ ആദ്യം. കാരണം ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ആ ഒരു മര്യാദയെങ്കിലും ഈ നിയമത്തിലെ ആഭ്യന്തരത്തിന് കാണിക്കണമെന്നുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ ഞങ്ങളുടെ നികുതി പണം മേടിച്ചിട്ട് നിങ്ങൾ ഭരിച്ചിട്ട് നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് ഭരിക്കുന്നത്? നിങ്ങൾ ഭരിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോണം, രാജിവെക്കണം. അല്ലാതെ നിങ്ങൾ ഈ ജനങ്ങളിനെ ഇങ്ങനെ കേടുവരുത്തരുത്. ഓരോ വീട്ടിലെ ഓരോ മക്കളും വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിരിക്കലായി ഇപ്പോൾ ഓരോ അച്ഛനും അമ്മമാർ.
പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും രാവിലെ അവർ കോളേജിൽ പോകുന്നു, ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, അവരെ എങ്ങനെ തിരിച്ചു വരും, ഇല്ലെങ്കിൽ എൻ്റെ മകൾ ജീവനോട് വരുമോ, ഇല്ലെങ്കിൽ എൻ്റെ മകൻ തിരിച്ചു വരുമോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാരുകൾ ഭരിക്കുന്നതിൻ്റെ മഹത്വം എത്രയുണ്ട് എന്നാണ് ഞാൻ നോക്കുന്നത്. കഴിവില്ലെങ്കിൽ എന്തിനു ഭരിക്കുന്നു? ഭരിക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം. അതാണ് അതിൻ്റെ ശരി. അല്ലാതെ ജനങ്ങളിനെ ഇട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരമ്മയെ, ഒരു മുത്തശ്ശിയെ വെട്ടി നുറുക്കി ചാക്കിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്തിൻ്റെ പോക്ക് എവിടെ? ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് എവിടേക്കാണ്? ഒരു അമ്മൂമ്മമാർക്ക്, ഒരു അച്ഛനമ്മമാർക്ക്, ഒരു വയസ്സായ ആൾക്കാർക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഴയ വസ്തുക്കളേക്കാൾ മോശമായിട്ടാണ് ഇന്നത്തെ കാലത്ത് വയസ്സായവരിനെ കാണുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ്, നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഇന്ന ശിക്ഷ കിട്ടും എന്ന് പേടിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വയസ്സായവർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത്. അനാഥാലയങ്ങൾ പെരുകി. കാരണം അങ്ങനെയെങ്കിലും അമ്മമാർക്കും അച്ഛന്മാർക്കും സമാധാനം കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് അനാഥാലയം പെരുകി അവരും ജീവിക്കുന്നു, ഈ അമ്മമാരും ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ അച്ഛന്മാരും, ഇല്ലെങ്കിൽ വയസ്സായവർ. എത്രമാത്രം അനീതിയാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ കണ്ണ് തുറക്കുന്നുണ്ടോ? എന്നിട്ടും ഈ അനീതിക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ജനങ്ങൾ ഇന്നും ഓരോരുത്തരുടെ പിന്നാലെ പോകുന്നതും ചെയ്യുന്നതുമൊക്കെ. അനീതി മാത്രമല്ലാതെ പേപ്പർ തുറന്നാൽ, ഇല്ലെങ്കിൽ മൊബൈൽ തുറന്നാൽ, ഇല്ലെങ്കിൽ TV തുറന്നാൽ കൊലപാതകങ്ങൾ, ഇല്ലെങ്കിൽ പിടിച്ചുപറി, ഇല്ലെങ്കിൽ അടികൂടൽ, ഇല്ലെങ്കിൽ ബലാത്സംഗം, ഇത് മാത്രമല്ലാതെ ഈ ഇന്ത്യയിലും ഈ കേരളത്തിലും എന്ത് നടക്കുന്നുണ്ട്? വല്ല നല്ല കാര്യങ്ങൾ വല്ലതും നടക്കുന്ന വല്ല ന്യൂസുകൾ വരുന്നുണ്ടോ? ഒരു സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു നല്ല വാർത്ത രാവിലെ എണീറ്റിട്ട് കുറേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ പോയി ശബരിമലൻ്റെ മറയ്ക്കാൻ വേണ്ടി അത് കുറേ കൊണ്ട് നടന്നു. ഇപ്പോൾ അതും കഴിഞ്ഞു. ഇന്ന് രാവിലെ വന്ന ന്യൂസാണ് അമ്മൂമ്മയെ വെട്ടിക്കൊന്ന് ചാക്കിലാക്കി കട്ടിലിൻ്റെ അടിയിൽ വെച്ചോന്ന്. ഏതാൾക്കാർക്ക് ഈ ന്യൂസ് കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുക? വല്ലവർക്കും കഴിയുമോ? അപ്പോൾ സർക്കാരുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് സൗദിയിലെ പോലെ കഴുത്ത് വെട്ടി കൊല്ലുന്ന നിയമം വരണം. എന്നാലേ ജനങ്ങൾ പഠിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കുവൈറ്റിലത്തെ പോലെ തൂക്കി കൊല്ലണം. തെറ്റ് ചെയ്യുന്നവരിന് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സർക്കാരുകൾ കൊണ്ടുപോയിട്ട് ഇറച്ചിയും മീനും മുട്ടയും ബിരിയാണിയും കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ഈ ജനങ്ങളുടെ നികുതി പണവും കൊടുത്ത് അവരിനെ തീറ്റി കൊഴുപ്പിച്ചിട്ട് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. തൂക്കി കൊല്ലുക പറഞ്ഞാൽ കൊല്ലുക തന്നെ വേണം അവരിനെ. അങ്ങനെ ഒരാണൊരുത്തൻ നമ്മുടെ ഇന്ത്യയിൽ ഈ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതാൻ ആണത്തമുള്ള ഒരാണെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരണം, ഇല്ലെങ്കിൽ കേരളത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നിയമം നടപ്പിലാക്കാൻ കഴിവുള്ള ഒരാണൊരുത്തൻ വരണം. അതിന് ചന്തവും സൗന്ദര്യവും ഡ്രസ്സും ഒന്നുമല്ല. ഇന്ത്യ ഭരിക്കാൻ കഴിവുള്ള ആണൊരുത്തനായിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയിൽ വരേണ്ടത്. എന്നിട്ട് നിയമത്തെ പൊളിച്ചെഴുതിയിട്ട് തക്കതായ ശിക്ഷകൾ കൊടുക്കുന്നതായിരിക്കണം വരേണ്ടത്. ഞാൻ ആ ഒരു കാലത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം ചെയ്യുന്ന തെറ്റിനനുസരിച്ച് ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു നിയമമായിരിക്കണം നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ, മക്കളിനെ സൂക്ഷിക്കാൻ ഒരു പരിധി വരയ്ക്കേ അച്ഛനും അമ്മമാർക്ക് കഴിയുള്ളൂ. അവർ പോകുമ്പോൾ പിന്നാലെ പോയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യും എന്ന് നോക്കാൻ ഒരച്ഛനും അമ്മയ്ക്കും കഴിയില്ല. എൻ്റെ മക്കൾ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവർ എന്ത് കഴിച്ചിട്ട് വരുന്നു, എന്ത് ലഹരി വസ്തുക്കൾ കഴിച്ചിട്ട് വരുന്നു, വീട്ടിൻ്റെ ഉള്ളിൽ എന്നൊന്നും നോക്കാൻ അച്ഛനും അമ്മമാർക്ക് കഴിയില്ല. കാരണം പണിക്ക് പോണവരുണ്ടാവും, പൈസ ഇല്ലാത്തവരുണ്ടാവും. അവരെന്ത് ഇതാക്കിയിട്ടാണ് വരുന്നതെന്ന് ആർക്കും നോക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ അടക്കം നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. കാരണം ലഹരി വസ്തുക്കളിൻ്റെ അടിമയാണ് കേരളത്തിൽ. ചാണിന് എല്ലാവിടെയും ബീവറേജുകൾ, കള്ള് ഷാപ്പുകൾ, മൊത്തം ലഹരി വസ്തുക്കൾ. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തിൽ പൊതികൾ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് അത് കഴിക്കുന്ന കുറേ കുട്ടികൾ ഈ സ്കൂളുകൾ, കോളേജുകൾ ഇതിലേക്കാണ് വിതരണം ചെയ്ത് കേടുവരുത്തി വെച്ചിരിക്കുന്നത് ഈ സമൂഹത്തിന്. ഇനി സമൂഹത്തിൽ നേരാകാനൊന്നുമില്ല. അത് നേരാക്കണമെങ്കിൽ ഇത്തിരി നല്ല ആൾക്കാർ തന്നെ വരണം.
ആദ്യം ഈ ബീവറേജുകളെല്ലാം എടുത്തു കളയണം. ഈ സ്ത്രീകളും അമ്മമാരും അച്ഛന്മാരും ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് അതിനു വേണ്ടിയും കൂടിയിട്ട് ഒന്ന് പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കള്ള് ഷാപ്പുകളും ബീവറേജുകളും വേണ്ട, സർക്കാരിന് അങ്ങനെ പണം കൊടുക്കണ്ടെന്ന്. എന്നിട്ട് എന്തിനാണ്? അവരിൻ്റെ പോക്കറ്റ് നിറയ്ക്കാനോ അവരിൻ്റെ മക്കൾക്ക് ഉണ്ടാക്കാനാണ് സർക്കാരുകൾക്ക് ധൃതി കൂടുതൽ. അല്ലാതെ പാവപ്പെട്ട് വോട്ട് ചെയ്ത് കയറ്റി ഇരുത്തിയിട്ട് അവരിനെ സംരക്ഷിക്കാനുള്ള സമയം ഇന്നത്തെ സർക്കാരുകൾക്ക് ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പം ജനങ്ങൾ ഒന്ന് എന്ത് ചിന്തിക്കണം എന്നറിയോ? ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിലേക്ക് കയറ്റി ഇരുത്തരുത്. നല്ല ആൾക്കാരിനെ ജനങ്ങളിനെ സേവിക്കുന്ന മന്ത്രിമാരായിരിക്കണം വരേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ, ഗുഡ് മോർണിംഗ്.